നമ്മളൊന്ന് മാറി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കുറെ കാലഘട്ടം ഹിന്ദുക്കളെ സംബന്ധിച്ചോളം ഈ സനാതന ധർമ്മത്തിൽ നിന്നും ഈശ്വരീയയിൽ നിന്നെല്ലാം അകന്നുപോയൊരവസ്ഥ ഉണ്ടായി. കാര്യം അതിനേറ്റവും വളമിട്ട് വളർത്തിയത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളാണ്. ഒരു തലമുറയെ മൊത്തം ഈ ഹൈന്ദവ ചിന്തകളിൽ നിന്നും ഈശ്വരീയതയിൽ നിന്നും എല്ലാം അകറ്റി. ഇപ്പോ നമ്മുടെ സ്വാഗത പ്രസംഗികൻ ശ്രീ അനിൽ പറഞ്ഞു, സ്വാമിജിയുടെ പൂർവാശ്രമം, അദ്ദേഹം SFIയുടെ പ്രവർത്തകനായിരുന്നു, അദ്ദേഹം അറിയപ്പെടുന്ന ജേർണലിസ്റ്റായിരുന്നു, ആ രീതിയിലെല്ലാം പ്രവർത്തിച്ചിരുന്നു. ഇപ്പൊ ഞാൻ മുമ്പ് സംസാരിക്കുന്ന എന്നെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിലും എൻ്റെ പൂർവാശ്രമം തന്നെ ഞാൻ പറയും. ഞാനും SFIയുടെ ലീഡറായിരുന്നു, തിരുവനന്തപുരം ജില്ലയുടെ സെക്രട്ടറി ആയിരുന്നു, കോളേജ് യൂണിയൻ ചെയർമാനായിരുന്നു, അങ്ങനെയെല്ലാം ഞാൻ പ്രവർത്തിച്ച ഒരാളാണ്. പക്ഷേ അതിൽ നിന്ന് മാറി മറ്റൊരു തലത്തിലേക്ക് വന്നു. അപ്പൊ അവിടെയാണ് നമുക്ക് പുതിയൊരു ജന്മം ഉണ്ടാകുന്നത്. കാര്യം എല്ലാവരും, മിക്കവാറും എല്ലാവരും എൻ്റെയൊക്കെ പ്രായത്തിലുള്ള ചെറുപ്പക്കാരെല്ലാം ആ ഒരു കാലഘട്ടത്തിൽ വളരെയധികം ആകർഷിക്കപ്പെട്ട് ഈ പ്രസ്ഥാനങ്ങളിലേക്ക് വന്നു. അതിൻ്റെ തെറ്റും ശരിയും തിരിച്ചറിയുമ്പോൾ നമ്മൾ അതിൽ നിന്ന് അകന്നകന്നു പോകുന്നു. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇന്നത്തെ യുവതലമുറയെ നമ്മൾ അതിലേക്ക് കൊണ്ടുപോകാതെ യഥാർത്ഥ വഴികളിലേക്ക് നയിക്കാൻ ഇന്ന് വേണ്ടത് യഥാർത്ഥ ഗുരുക്കന്മാരാണ്. അപ്പം ഇദ്ദേഹത്തെ പോലുള്ള, യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഞാൻ സ്വാമിജിയുമായിട്ട് ഒരു 3-4 വർഷമായിട്ട് അദ്ദേഹത്തിന് പല കാര്യങ്ങളിലും നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്, പല കാര്യങ്ങളും അദ്ദേഹമായിട്ട് സഹകരിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ളൊരു മാനസിക അടുപ്പം അദ്ദേഹമായിട്ടുണ്ട്. ഇവിടെ തന്നെ അദ്ദേഹം കുംഭമേളയിൽ ഇതൊന്ന് കുംഭമേള തുടങ്ങിയ അന്ന് മുതൽ അവസാനിച്ചു കഴിഞ്ഞും അവിടെ ഉണ്ടായിരുന്ന വ്യക്തിയാണ്. ശങ്കരാചാര്യ സ്വാമികൾ സ്ഥാപിച്ച 13 അഖാഡകളിൽ ഏറ്റവും പ്രാധാന്യമുള്ള അഖാഡയാണ് ജൂന അഖാഡ. ഏറ്റവും പ്രാചീനമായ അഖാഡ കൂടിയാണ്. ഏറ്റവും കൂടുതൽ സന്യാസിമാർ, നാഗസന്യാസിമാരുള്ള അഖാഡയാണ്. അപ്പൊ തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന് സ്വീകരണം കൊടുത്ത സമയത്ത് അവിടുന്ന് അഖാഡയുടെ കുറെ മഹന്തുക്കൾ ഉണ്ടായിരുന്നു. മലയാളികളല്ല, അവരെല്ലാം ഉത്തരേന്ത്യക്കാരായിരുന്നു. അപ്പൊ അവര് പറഞ്ഞു, മഹാമണ്ഡലേശ്വരായി ആനന്ദവനം ഭാരതി മഹാരാജനെ ഞങ്ങൾ വാഴിച്ചത് തെക്കേ ഇന്ത്യയെ രക്ഷിക്കാനാണ്, തെക്കേ ഇന്ത്യയെ സനാതന ധർമ്മത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനാണ്. ആ വലിയ ഉത്തരവാദിത്വമാണ് അദ്ദേഹത്തെ ഏൽപ്പിച്ചിരിക്കുന്നത്. അവരവിടെ പറഞ്ഞ കാര്യം, ഇവിടെ ഒരു ഹിന്ദുവിനൊരു ആവശ്യം വന്നാൽ അറിയിക്കൂ, 10,000-കണക്കിന് നാഗസന്യാസിമാർ ആ സമയം ഇവിടെ എത്തും. ഇനി നമുക്ക് വേണ്ടത്, നമ്മൾ ഇത്രയും കാലം എന്താ ചെയ്തുകൊണ്ടിരുന്നത്, എന്ത് പ്രശ്നം ഉണ്ടായാലും നമ്മൾ നാമജപ ഘോഷയാത്രകളാണ് നടത്തിക്കൊണ്ടിരുന്നത്. നാമജപം വേണ്ട എന്ന് ഞാൻ പറയില്ല, നാമജപം വേണം. പക്ഷെ നാമജപത്തിനുപരിയായി നമ്മൾ ശക്തരാവണം. ഹിന്ദു ദേവതമാരെടുത്ത് നോക്കൂ, എല്ലാ ഹിന്ദു ദേവതമാരും ആയുധധാരികളാണ്. ആയുധധാരികളല്ലാത്ത ഏതെങ്കിലും ഒരു ഹിന്ദു ദേവതയെ കാണിക്കാൻ പറ്റുമോ? എന്തുകൊണ്ടാണ്? നമ്മൾ ഒരു ചെകിട്ടത്തടിച്ചാൽ മഴ ചെകിട് കാണിച്ചു കൊടുക്കുക എന്നുള്ളതല്ല ഹിന്ദുധർമ്മം. അതല്ല ഹിന്ദുധർമ്മം. നമ്മൾ ആ ഹിന്ദുധർമ്മത്തെ നമ്മൾ നിലനിർത്തണമെങ്കിൽ മാനസികമായിട്ടും ശാരീരികമായിട്ടും നമ്മൾ ശക്തരാകണം. എന്ത് വെല്ലുവിളി വന്നാലും അതിനെ നേരിടാനുള്ള ആത്മവിശ്വാസവും ആത്മധൈര്യവും നമ്മൾ കൈവരിക്കണം. അതിനാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് എല്ലാവർക്കും ദീക്ഷിതരാകണം, ദീക്ഷ സ്വീകരിക്കണം, നമുക്ക് ജപമന്ത്രങ്ങൾ വേണം, അതെല്ലാം വേണം. അതിനുപരി അതിനോടൊപ്പം നമ്മൾ ശക്തരാകുകയും വേണം. നഷ്ടപ്പെട്ടു പോയ ക്ഷാത്രവീര്യം വീണ്ടും തിരിച്ചെടുക്കണം. ഞാൻ മഹാമണ്ഡലേശ്വരർ ഇരിക്കുന്ന ഈ വേദിയിൽ പറയുന്നു, കേരളത്തിൽ നിന്ന് ആവശ്യം ഒരു അഖാഡയാണ്. അഖാഡ വരണം, ഇവിടെ ശക്തരായ സന്യാസിമാർ വരണം. നാമജപങ്ങൾക്കും പ്രാർത്ഥനയ്ക്കും അപ്പുറം ആയുധധാരികളായ, അല്ലെങ്കിൽ ആയോധന അഭ്യാസം പഠിപ്പിക്കാൻ കഴിയുന്ന ആ സന്യാസിമാർ ഉണ്ടാവണം. ചെറുപ്പക്കാരെ അവർ ആകർഷിക്കണം. ചെറുപ്പക്കാർ ആ അഖാഡയിൽ വന്ന് അവർ ആയുധാഭ്യാസം നടത്തണം. ആ രീതിയിലൊരു അഖാഡ സ്ഥാപനം എത്രയും പെട്ടെന്ന് കേരളത്തിൽ നടത്താൻ ഞാൻ അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുകയാണ്. കാര്യം അതിന് ഞങ്ങളെല്ലാം കൂടെ ഉണ്ടാവും. ഇവിടെ നമുക്ക് ശക്തമായ ഒരു അഖാഡയോടെ നമുക്കിവിടെ നാഗസന്യാസിമാരുടെ സാന്നിധ്യം കേരളത്തിലും ഉണ്ടാകണം.